അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒറ്റക്കുള്ള ദുആയിൽ ഓലും ഒക്കെ കാര്യമായിട്ട് AP ഉസ്താദിന്റെ ദീർഘായുസിനെ ദ്വാരക്കുന്നത് അതല്ലേ. AP ഉസ്താദിന് എല്ലാവരും ദ്വാരക്കാനല്ലേ, മൂപ്പർക്ക് ദ്വാര കിട്ടാത്ത ആളാരാ? മുമ്പ് മർക്കസിന്റെ ഒരു സമ്മേളനത്തിൽ ഈ കണ്ണിന് പരിശോധന അഹമ്മദ് വലിയാർ അവിടെ ഉള്ള ഇപ്പോഴുണ്ട്. പക്ഷെ അന്ന് ഒരു മർക്കസിന്റെ സമ്മേളനത്തിന് കണ്ണ് പരിശോധിച്ചിട്ട് 6000 ആൾക്കാരെ കണ്ണ് പരിശോധിച്ചു. അത് പരിശോധന കഴിഞ്ഞ് നോക്കുമ്പോൾ 3200 ആളുകൾക്ക് വിദഗ്ധ പരിശോധന വേണം. അവർ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി ഓപ്പറേഷനൊക്കെ ചെയ്ത് കണ്ണട വെച്ചു കൊടുത്തു. എല്ലാം മർക്കസിന്റെ വകയില. കണ്ണട വെച്ചു കൊടുത്ത കൂട്ടത്തിൽ ആരെല്ലാം കണാരനുണ്ട്, ജോസഫ് ഉണ്ട്, ശ്രീജിത്ത്, അങ്ങനെ പലരും ഉണ്ട്. ഇപ്പം നോക്കുമ്പോൾ ഓലെല്ലാം ദ്വാരക്കണം. എന്തുകൊണ്ട്? രാമായണം വായിക്കാൻ അറിയാണ്ട് കണാരം വിഷമിച്ച് നിൽക്കുകയാണ്. ഇപ്പം മർക്കസിന്റെ വകയിൽ ഓപ്പറേഷനെല്ലാം ചെയ്തിട്ട് കണ്ണടയെല്ലാം കിട്ടിയപ്പോൾ ഇങ്ങനെ രാമായണം വായിച്ചിട്ട് പഠിച്ചോനെ AP ആപ്പിളക്ക് നീ ദീർഘായുസ് കൊടുക്കണേന്ന് തോന്നുന്നു. ആണ് നമ്മളെ ജോസഫ്. ആ കണ്ണട കിട്ടിയ കൊടുത്തിട്ട് ജോസഫ് ഉണ്ട്. ബൈബിൾ ഇങ്ങനെ വായിച്ചിട്ട് കർത്താവായ യേശു കാന്തപുരം മുസ്ലിയാർക്ക് ദീർഘായുസ് കൊടുക്കണേന്ന് ഓനും ദ്വാരക്ക. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് വയസ്സായ പെണ്ണുങ്ങൾ, ഖുർആൻ കുടുങ്ങിയിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളാ. അവര് കണ്ണടയെല്ലാം വെച്ചിട്ട് ഇപ്പം നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് ഓതാ. ഖുർആൻ ഖത്തം തീർത്തിട്ട് ഉമ്മമാര് ദ്വാരക്കണേ, ഞങ്ങളെ AP ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ, ഞങ്ങളെ AP ഉസ്താദിന് നീ തണരാകണേന്ന് ആര് ദ്വാരക്കുന്നു? മുഴുവൻ തള്ളാരും ദ്വാരക്കുന്നു. പ്രസവിച്ച് കിടക്കണ ഉമ്മമാര്, നമ്മളെ നാട്ടിലെല്ലാം പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾ, അള്ളാന്നുള്ളൊരു ചെറിയ ഈമാനുള്ളവർ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ തലിൻ്റെ അടുത്ത് പോയി നോക്കങ്ങൾ ഓരോത്തെല്ലാം ഉണ്ടാകും. ഈ തസ്ബീഹ് ചെല്ലുന്ന മാല അല്ലെങ്കിൽ ആ തസ്ബീഹ് ചെല്ലുന്ന ആ കട്ട അതിലിങ്ങനെ അള്ളാഹ് 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 അള്ളാഹ്. ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയവരുണ്ട്. ഭർത്താവ് മരണപ്പെട്ടിട്ട് വിധവയായി, ഭർത്താവ് മരിച്ച വേദന, പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഭർത്താവ് മരണപ്പെട്ടു പോയി, ഗർഭത്തിലാവുമ്പോൾ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഈ കുട്ടി അവളെ ജനിച്ചിട്ടുണ്ട്. പടച്ചോനെ, ഈ കുഞ്ഞിന് ഞാൻ എങ്ങനെ ഭക്ഷണം കൊടുക്കും? ഈ കുട്ടിക്ക് ഞാനെങ്ങനെ മരുന്ന് വാങ്ങിക്കൊടുക്കും? ഈ കുഞ്ഞിന് ഞാനെങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും? അല്ലാ, ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്തമുള്ള ആളെ നീ കൊണ്ടുപോയില്ലേ, എന്നെ പട്ടിണിയിലാക്കല്ല റബ്ബേ എന്ന് ചൊല്ലി ആ ഉമ്മ കിടക്കുന്ന സമയത്താ അഹമ്മദ് വലിയാരെ കൈകൊണ്ട് ഒരു കവറിൽ ഇട്ടിട്ട് 4000 എത്രതിനെ പുറത്തേത് 4670 റുപ്യ 3 മാസത്തേക്ക്. യാ റബ്ബ്, ഈ 4700 നോട്ട് വാങ്ങി വെച്ച ആ ഉമ്മ അല്ലാഹ് 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 ഒരു ശ്വാസത്തിൽ 10 വട്ടം അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ ദ്വാരക്ക് AP ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ, ഈ യതീമായ കുട്ടിയെ മൂപ്പരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ട വേദന അറിയാതെ വേദനിച്ച് കിടക്കുന്ന ആ ഉമ്മാക്ക് ഒരു തണലായി എത്തിയത് AP ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എത്ര ആളുകൾക്ക്, എത്ര വിധവകളായ സഹോദരിമാര്, എത്ര യതീമായ മക്കള്, എത്ര യതീമായ മക്കള്, എത്ര വിധവകളായ ഉമ്മമാര്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഇപ്പൊ റെക്കാർഡിക്കലായി വന്ന വിഷയങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. മർക്കസ് കമ്മിറ്റിയിലൂടെ AP ഉസ്താദ് തീരുമാനം ആക്കി എടുത്തിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് നമ്മളൊക്കെ അറിയുന്നത്. ഇതിന്റെ ഇരട്ടിക്കരട്ടി മൂപ്പര് കമ്മിറ്റി കൂടി അല്ലാണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നിൽക്കുന്ന ദീന്, നമ്മൾ നിൽക്കുന്ന പ്രവർത്തനം, നമ്മൾ നിൽക്കുന്ന ഈ പ്രസ്ഥാനം, അത് 100% അള്ളാഹുവിന്റെ ഹക്കായ ദീൻ പ്രചരിപ്പിച്ച ഔലിയാക്കൾ മുഖേന നിലനിൽക്കുന്നതാണ്. നമ്മുടെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ഔലിയാക്കൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങൾ, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ആരെ കണ്ടാലും, ആലിമീങ്ങളെ കണ്ടാൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ വിവര ചോദിച്ചറിയാം. അത് നമ്മളൊക്കെ അനുഭവിച്ചിരുന്നതല്ലേ. ജീവിച്ചിരിപ്പുള്ള മഹാന്മാർ, അന്തറുപ്പാപ്പ ഇബാദത്ത് കൊണ്ട് വലിയ പദവി എത്തിയ ആളായിരുന്നു. ആരെ കണ്ടാലും, ഒരു മൊയ്ലാരെ കണ്ടാൽ വേഗം AP ഉസ്താദിന്റെ വിവര ചോദിച്ചറിയാം. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ മുഴുവനും ഒട്ടാകെ സമ്മതിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ളാഹി. അവിടെ നിന്ന് ചോദിച്ചറിഞ്ഞിരുന്നത് AP ഉസ്താദിനെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഹയാത്തുള്ളപ്പോൾ ബഹുമാനപ്പെട്ടവരെപ്പോഴും എന്താ പറയാ, മക്കൾ നിങ്ങൾ സുന്നത്ത് ജമാഅത്തേക്ക് ആളുണ്ടാക്കിക്കോ, AP ആകല് താനെ നടന്നോളുന്നത്. നമ്മൾ ദീനിലേക്ക് ആളുണ്ടാക്കിയാൽ മതി, ഓലങ്ങ് AP ആയിക്കോളുന്നത്. എന്തുകൊണ്ട്? ദീൻ പറയുന്ന ആള്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കുണ്ടൂർ ഉസ്താദിന്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. കുണ്ടൂർ ഉസ്താദിന്റെ ഒരു
മകനെ ഷഹീദാക്കിക്കൊണ്ട് AP ഉസ്താദിന്റെ ഒപ്പം ഉറച്ചു നിന്ന ഔലിയാക്കളെ നേതാവാണ് കുണ്ടൂർ ഉസ്താദ്. അള്ളാഹു അവിടുത്തെ തണൽ, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, അള്ളാഹു അവിടുത്തെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ ദർജ അള്ളാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. ആരിഫും വലിയും ആലിമും എല്ലാം ആയി ജീവിച്ച ഉസ്താദുമാരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട OK ഉസ്താദ്. അള്ളാഹുവേ അവിടുത്തെ ദർജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ശിഷ്യനുമാണ് AP ഉസ്താദ്. എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചു പോകുന്ന ആളാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ദീനിന്റെ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ആലിമീങ്ങളെയും ഔലിയാക്കളെയും മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ കൂടിയ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഓർമ്മപ്പെടുന്നു, നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ മരണം അത് കാത്തിരിക്കുന്ന ആളുകളാ. മരണപ്പെട്ടാൽ നമ്മളെ ഖബറിലേക്കാണ് പോകുന്നത്. ഖബറാകുന്ന വീട്ടിൽ താമസം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിശ്ചിത സമയം കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് യാത്രയാണ്. ആ യാത്രാരംഗം, മഹ്ശറ മുറ്റത്ത് വരുന്ന യാത്രാരംഗം, അത് വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ വെള്ളിയാഴ്ച രാവും എല്ലാ ജുമുഅക്കും നമ്മൾ ഓതുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സൂറത്താണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ സൂറത്തിന്റെ ആയത്തുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഭാഗം. ഒന്ന്, ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് രണ്ട് വിഭാഗം ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോ. നമ്മൾ ഒരേ സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. പക്ഷേ നാം ഒറ്റക്കല്ല, കുറെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കടമകളുണ്ട്. ഒന്ന്, അള്ളാഹുവും നമ്മളും നേരിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നാം കടമ നിർവഹിക്കണം. അള്ളയും നമ്മളും നേരിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കടമ നിർവഹിക്കണം. രണ്ട്, അടിമകൾ പരസ്പരം ബന്ധപ്പെട്ട വിഷയത്തിൽ നാം കടമ നിർവഹിക്കണം. രണ്ടും നിർവഹിക്കണം. അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെ കടമ എന്താ? അല്ലാഹ് എന്ന വിശ്വാസം നന്നാക്കുക. ആ വിശ്വാസം നന്നാക്കി അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം 5 വഖത്ത് നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ദിക്റുകൾ തുടങ്ങിയ അത്തരം കാര്യങ്ങളിൽ അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന ആരാധനകളിൽ നാം നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രണ്ടാമത്തത്, അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം നമ്മുടെ കടമ നിർവഹിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? സൃഷ്ടികളോട്, ആ സൃഷ്ടികൾ വിവിധ രൂപത്തിലാണ്. മനുഷ്യരുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്. മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ ധാരാളമുണ്ട്. മനുഷ്യർ എന്ന രീതിയിൽ നമുക്ക് ആ ജീവജാലങ്ങളോടെല്ലാം കടമകളുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രണ്ടും നിർവഹിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ കടമ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അത് രണ്ടും നിർവഹിച്ചുകൊണ്ട് കാണിച്ചു തന്നതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അത് രണ്ടും നമുക്ക് കാണിച്ചു തന്നു. ഇപ്പോ നമുക്ക് ചർച്ചക്ക് വെക്കേണ്ട മഹാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അശ്ശൈഖ് സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹ്. കഴിഞ്ഞ മാസമാണെങ്കിൽ നമ്മൾ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റിയാണ് പറയാം. അതിന്റെ മുമ്പത്തെ മാസമാണെങ്കിൽ റബീഉൽ അവ്വൽ റസൂലുള്ളാഹിനെ പറ്റിയാണ് കൂടുതൽ പറയാം. ഇത് ജമാദുൽ അവ്വൽ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ മാസം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഏതൊരു വലിയനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ പരിശുദ്ധി കാണാം. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഇടപഴകുന്ന കാര്യത്തിലും നമുക്കത് കാണാം. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയതും അതാണ്. നമ്മളെ കൂട്ടത്തിൽ 2 സൈസ് ആൾക്കാരെ കാണാം. ഒന്ന്, നല്ല നിസ്കാരം, നോമ്പും ദിക്റും സലാത്തും എല്ലാം വളരെ ഉഷാർ. പക്ഷെ ഒരു ഉപകാരം ഒരു മനുഷ്യന് ചെയ്യൂല, ഒരു സംഗതി ഓനെ കൊണ്ട് കിട്ടൂല. വേറെ ചില ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് പോകാൻ, കല്യാണ പരിയിൽ, മരിച്ച പരിയിൽ, അങ്ങനെ എല്ലാ ഒത്താശകൾക്കും ഗംഭീര. പക്ഷെ പേച്ചിട്ട് ഒന്ന് പടിഞ്ഞാട്ട് പോകൂല. ഒരു ഒക്കത്ത് നിസ്കരിക്കാൻ മൂപ്പരെ കാക്കണ്ട. ഇങ്ങനെ 2 തരം ആൾക്കാരെ കാണാൻ നമുക്ക് അല്ലേ? ഇവർ രണ്ടിൽ ആരാ സ്വർഗത്തേക്ക് പോകുന്ന ആള്? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? ആദ്യത്തെ ആളാ? രണ്ടാമത്തെ ആളാ? ഇവർ രണ്ടാക്കും ഒരു പിഴവുണ്ട്. എന്താ? അള്ളാഹു സുബ്ഹാനഹു 2 കാര്യം പറഞ്ഞു കൊടുത്ത് ഇയാൾ ഒരു കാര്യം എടുത്തിട്ടുള്ളൂ, മറ്റേ ആൾ മറ്റേ കാര്യം എടുത്തിട്ടുള്ളൂ. രണ്ടാളും അള്ളാഹ് പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടില്ല.
അള്ളാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കളെ ആരെ പരിശോധിച്ചാലും ത്വാഹ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പത്തെ 40 കൊല്ലം ആ കാലഘട്ടത്തിൽ തന്നെ മക്കത്തും പരിസരത്തുമുള്ള ആളുകൾക്ക് റസൂലുള്ളാഹിനെ കാണുന്നത് വല്ലാത്ത സന്തോഷം. എന്തേ? നബി തങ്ങൾ പാവങ്ങൾക്കൊരു അത്താണിയാണ്. റസൂലുള്ളാഹിനെ കാണാൻ അവർക്ക് വല്ലാത്ത ആഗ്രഹം. എന്റെ യതീമക്കൾക്ക് ഒരു സംരക്ഷകനാണ്. നബിയെ കാണുന്നത് അവർക്ക് വല്ലാത്ത ആനന്ദമാണ്. എന്തേ? പാവപ്പെട്ടവർക്ക് ഒരു തണലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കിടയിൽ ജീവിക്കുന്നു മുഹമ്മദ് മുസ്തഫ. അതേ സമയത്തോ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാവിന്റെ കൂരിരുട്ടിൽ റബ്ബ് തആലയുമായി നേരിട്ട് സംഭാഷണം നടത്തുന്ന ആരാധന അത് നിസ്കാരമാണ്. ആ നിസ്കാരം എത്രയാണ്? യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീലാ. ത്വാഹ റസൂലുള്ളാഹി നബി തങ്ങൾ രാത്രി സമയത്ത് എത്രയാണ് നിസ്കരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട ആ ഇടപാടുകൾക്ക് ഏറ്റവും നല്ലത് പകലിനേക്കാൾ കൂടുതൽ രാത്രിയാണ്. രാത്രിക്കാണ് അതിന്റെ ശ്രേഷ്ഠത കൂടുതൽ. അതാ കുമിൽ ലൈല, രാത്രി നിന്ന് നിസ്കരിക്കണം നബിയെ എന്ന് ഖുർആൻ. നമ്മളും ഒക്കെ സാധാരണ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഏറ്റവും ശ്രേഷ്ഠമായ വിഷയങ്ങളെ പറ്റി, ദിവസങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്നെ പറയാം, റമളാൻ 27 പകലോ രാവ്, ബറാഅത്ത് രാവ്, മിഅ്റാജ് രാവ്, വെള്ളിയാഴ്ച രാവ്, ഒക്കെ രാവ. എന്തേ? രാവിന്റെ പ്രത്യേകത, രാവ് കുട്ടികളെ കരച്ചിലില്ല, പക്ഷികൾ കിളികളികളില്ല, പിന്നെ മോട്ടോർ വാഹനങ്ങളെ ശല്യമില്ല, വേറെ ചുറ്റുപാടുകളും ബാക്കിയുള്ളതുമില്ല, ഒരു സമരവും സ്ട്രൈക്കും കോലാഹലവും കുലുമാലും ഒന്നും അതുമില്ല. ഒക്കെ അടക്കം ലിബാസ. ആ സമാധാനത്തിന്റെ സമയത്ത് റബ്ബ് തആലയുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ത്വാഹ റസൂലുള്ളാഹി. ഇനി അത് നിങ്ങൾ ഏത് മഹാനെടുത്ത് പരിശോധിച്ച് നോക്കോ, സ്വഹാബാക്കളുടെ മുഴുവൻ ജീവിതം, ഔലിയാക്കളുടെ മുഴുവൻ ജീവിതം എല്ലാം പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ കർത്തവ്യം, കടമ നിർവഹിക്കുന്നിടത്ത് രാത്രി സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരാരാധന. പകൽ സമയത്ത് നോക്കിയാലോ അവർ പാവങ്ങൾക്ക് തുണയായിട്ട്, പാവങ്ങൾക്ക് സഹായമായിട്ട്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റിഫായി ശൈഖ് തങ്ങളൊക്കെ ആരാ? മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇശാ ആകുമ്പോഴേക്ക് ഒരു ഖത്തം തീർക്കുന്ന ആളാണ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇശാ ആകുമ്പോഴേക്ക് ഒരു ഖത്തം തീർത്തു. അതെങ്ങനെ അത്ര വേഗം ഖത്തം തീർത്തത്? അത് അവരുടെ ലോകമാണ്, നമുക്ക് മനസ്സിലാവില്ല. ഇനി മനസ്സിലാകാൻ ഇപ്പൊ ഈ കുട്ടിയുടെ അവിടെ CD പിടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എത്ര നേരം പ്രസംഗിക്കുന്നോ CD പിടിക്കാൻ അത്ര സമയം വേണം. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു CD-ക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം മോനെ? ഇത്ര തന്നെ സമയമാണ്. 1 മണിക്കൂറിന് പിടിച്ചത് റൈറ്റ് ചെയ്യാനും വേണം 1 മണിക്കൂർ. കമ്പ്യൂട്ടറിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് മതി. കമ്പ്യൂട്ടറിൽ കയറ്റി ഇതുപോലെ CD ആയി കഴിഞ്ഞു. ആ CD വേഗം മറ്റൊരു CD-ക്ക് ആക്കണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? അപ്പൊ കണ്ടങ്ങൾ, അപ്പൊ 2 മണിക്കൂർ പ്രസംഗം മറ്റേ CD-ക്ക് റൈറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എത്ര മതി? 3 മിനിറ്റ്, 2 മിനിറ്റ് സമയം മതി. അതെന്താ വ്യത്യാസം? അത് 2 മെഷീനും തമ്മിലുള്ള വ്യത്യാസം. അതിന് പ്രത്യേകം തയ്യാറാക്കിയ അള്ളാഹുവിന്റെ ഖുർആനെ ഔലിയാക്കൾ ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. അത് അവരുടെ ലോകാണ്. അള്ളാഹു ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കുമാറാവട്ടെ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആരാധനയുടെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പറയുന്ന അതേപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കിക്കോ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഹയാത്തുള്ള കാലത്ത് അന്ന് ബഹുമാനപ്പെട്ടവരുടെ നാട്ടിൽ ചന്ത നടക്കലുണ്ട്. ചന്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ ഇവിടെ ചന്ത ഉണ്ട്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അന്ന് ചന്ത ഉള്ള കാലം. അന്ന് മുതലാളിമാർക്ക് ലാഭം കിട്ടണമെങ്കിൽ ചന്തയിൽ കച്ചവടം തുടങ്ങണം. തൊഴിലാളികൾക്കും ചന്ത വരണം. അവർക്ക് പണി കിട്ടില്ല ചന്തയില. കണ്ണ് കാണാത്തെയും ചെവി കേൾക്കാത്തെയും പാവങ്ങൾക്ക് അവർക്കും ചന്ത ദിവസം വരണം. എന്നെങ്കിൽ അവരെയും കുട്ടികളെ പോറ്റാൻ എന്തെങ്കിലും കിട്ടുള്ളൂ. എല്ലാവരും ചന്തയാ. അന്ന് ഈ കാളവണ്ടിയിലാണ് ചന്തയ്ക്ക് സാധനം കൊണ്ടുപോയി. കാളവണ്ടി, പോത്തും വണ്ടിയല്ല, കുതിരവണ്ടിയല്ല അല്ലേ? ഇവിടെ അല്ലേ വണ്ടി? കാളവണ്ടി ഇപ്പൊ ഉണ്ടോ? യാ അല്ലാ, പണ്ട് ചെറുപ്പത്തിൽ, നമ്മളെല്ലാം ചെറുപ്പത്തിൽ കാറ് കാണുന്നതാ വലിയ അത്ഭുതം. ഇപ്പൊ കുട്ടികൾക്ക് കാറ് കാണുന്നത് അത്ഭുതമാണോ? ഇപ്പൊ കാളവണ്ടി കണ്ടാ കുട്ടികൾക്ക് വലിയ കൗതുകം.
ഞാൻ ഇന്നാളെ എൻ്റെ 2 ചെറിയ മക്കളുണ്ട്, കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ 2 കാളവണ്ടി ഇങ്ങനെ പോകുമ്പോൾ ചെറിയ കുട്ടി വിളിച്ചിട്ടാണ് ഉപ്പ ഒരു 2 മൂരികൾ പൊരിയും പൊളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്കിത് വണ്ടിയാന്ന് മനസ്സിലായിട്ടില്ല, കാളവണ്ടിയാന്നുള്ള ഇവർക്ക് തീരണ്ടേ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അത്രയും ഇപ്പം ഇതെന്തായി പോയി, ഇതൊക്കെ പരിഷ്കരിച്ചു പോയി. അന്ന് കാളവണ്ടി യുഗ. ഇന്ന് കാളവണ്ടി ഇന്ത്യയിൽ മൊത്തം 1.25 ലക്ഷം കാളവണ്ടികളായി എന്നുള്ളത്. 1.25 ലക്ഷം മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, കാള പോത്ത് പോലത്തെ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് 1.25 ലക്ഷം കാളവണ്ടികളാണ് ഇത് ഇന്ത്യയിലുള്ളത്. 2.5 ലക്ഷം ടൺ സാധനങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ ഈ വണ്ടികൾ മുഖേന അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടിങ് നടക്കുന്നത്. പക്ഷെ അത് ലോറികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതിന് 400 രൂപ ചിലവുള്ളൂ ആകെ. മറ്റതിന് 4000 വേണം. അപ്പോൾ കോടികളുടെ ചിലവ് വർദ്ധിച്ചു, സാധനങ്ങൾക്ക് വില കൂടിപ്പോയി. ഇപ്പൊ നമുക്ക് ചന്ത ഏതായാലും. അന്ന് റിഫായി ശേഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ ബഹുമാനപ്പെട്ട റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു രാത്രി കൃത്യമായി ചെയ്യുന്ന വളീഫകളുണ്ട്. ചന്തന്റെ ദിവസം, നാളെ ചന്തയാണെങ്കിൽ ഇന്ന് രാത്രി ആ വളീഫകളൊക്കെ കുറച്ച് നേരത്തെ ചെയ്തു തീർക്കും. അത് നമ്മൾ സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അഫ്ളലുൽ അഅമാലി അദ്വമുഹ, അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് പതിവായി ചെയ്യുന്ന അമലാണ്. 5 വഖത്ത് നിസ്കാരം, അതിൻ്റെ റവാത്തിബ് സുന്നത്ത്, അതിൻ്റെ വിത്തർ, ഒരു ഹദ്ദാദ്, ഇങ്ങനെ നമ്മൾ പതിവാക്കി ചെയ്യുന്നുണ്ട്. അത് തെറ്റിക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവണം. അതങ്ങനെ ഭക്ഷണത്തിലും അങ്ങനെയാണല്ലോ, പതിവായി കിട്ടുന്ന ഭക്ഷണമുണ്ട് അല്ലേ. ചായ, രാവിലെ ഒരു ചായ, ഉച്ചക്കൊരു ചോറ്, ഇങ്ങനെ ഒരു പതിവുണ്ടല്ലേ നമുക്ക് അല്ലേ. വലിയ പത്തൽ എന്നും ഉണ്ടാവും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എല്ലാ സംഗതിക്കും മാറ്റം വന്നു, ഭക്ഷണം സാധനങ്ങളും ഒക്കെ. അപ്പോ ചന്ദന്റെ ദിവസം ബഹുമാനപ്പെട്ട റിഫായി ശേഖ് തങ്ങൾ സാധാരണ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അല്പം നേരത്തെ ആക്കി പൂർത്തിയാക്കി. ചന്ത ദിവസം നേരത്തെ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റുകൊണ്ട് റോട്ടിലെത്തി. ആളുകൾ നടന്നു പോകുന്ന വഴിയോരത്ത് റിഫായി ശേഖ് തങ്ങൾ കാത്തു നിൽക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം കടമ നിർവഹിക്കണം. 2, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ കടമ നിർവഹിക്കണം. അതാണ് ഔലിയാക്കളുടെ അമ്പിയാക്കളെ മാതൃക. നോക്കൂ നിങ്ങൾ, റിഫായി ശേഖ് തങ്ങൾ ആരാധനാ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് അതാ റോട്ടിൽ വന്ന് നിൽക്കുന്നു. എന്തിനാണ് കാത്തു നിൽക്കുന്നത്? ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന ചന്ത ദിവസം ആളുകൾ, മുതലാളിമാർ ചന്തയിലേക്ക് പോകുന്നു, കച്ചവടക്കാർ പോകുന്നു, വ്യാപാരികൾ പോകുന്നു, സാധനം വാങ്ങാനുള്ള ആളുകൾ പോകുന്നു. അവരൊക്കെ പോകുന്ന കൂട്ടത്തിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ പോകുന്നു, നടക്കാൻ വയ്യാത്തവർ പോകുന്നു, സംസാരശേഷി ഇല്ലാത്തവർ പോകുന്നു. ഓ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകൾ ചന്തയിലേക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ റിഫായി ശേഖ് തങ്ങൾ കാത്തു നിൽക്കുകയാണ് വഴിയോരത്ത്. അതാ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നു. അയാൾ ഇങ്ങനെ ഒരു വടി ഇങ്ങനെ മുട്ടിയിട്ടാണ് വരുന്നത്. കണ്ണ് കാണാത്ത ആളെ കണ്ടപ്പോൾ റിഫായി ശേഖ് തങ്ങൾ ഓടിച്ചെന്നു. കണ്ണ് കാണാത്ത ആളെ കണ്ടപ്പോൾ റിഫായി ശേഖ് തങ്ങൾ ഓടിച്ചെന്നു. ആ കണ്ണ് കാണാത്ത ആളെ കയ്യും പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട റിഫായി ശേഖ് തങ്ങൾ ചന്തയിലേക്ക് നടക്കുകയാണ്. അല്ലാ, ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ, ഇദ്ദേഹം കുണ്ടിലോ കുഴിയിലോ പെട്ട് അപകടത്തിൽപ്പെടാതിരിക്കാൻ അദ്ദേഹത്തിനൊരു സഹായിയായി ബഹുമാനപ്പെട്ട റിഫായി ശേഖ് തങ്ങൾ കണ്ണ് കാണാത്ത ആളെ കയ്യും പിടിച്ചുകൊണ്ട് എത്ര കിലോമീറ്ററാണ് നടന്നത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അദ്ദേഹത്തെ കൊണ്ട് ചന്തയിലെത്തിച്ച ശേഷം റിഫായി ശേഖ് തങ്ങൾ വീണ്ടും റോട്ടിൽ വന്ന് നിൽക്കുന്നു. അതാ വരുന്നു ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചന്തി വെച്ചിട്ട് നിരങ്ങിയിട്ടാണ് വരുന്നത്. വികലാംഗനായ അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ റിഫായി ശേഖ് തങ്ങൾ ഓടിച്ചെന്നു. ആ നടക്കാൻ വയ്യാത്ത ആളെ എടുത്തുകൊണ്ട് ചുമലിൽ വെച്ചു. നടക്കാൻ വയ്യാത്ത ആളെ ചുമലിൽ വെച്ചുകൊണ്ട് അതാ റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു ചന്തയിലേക്ക് ചെല്ലുന്നു. കണ്ണ് കാണാത്ത ആളെ ഇരുത്തിയ സ്ഥലത്ത് പോയി അദ്ദേഹത്തെ കൈ പിടിക്കുന്നു. ഒരു കയ്യിൽ കണ്ണ് കാണാത്ത ആളെ പിടിച്ചുകൊണ്ട് ഒരു ചുമലിൽ നടക്കാൻ വയ്യാത്ത ആളെ ഇരുത്തിക്കൊണ്ട് റിഫായി ശേഖ് റളിയല്ലാഹു അൻഹു ചന്തയിൽ ആളുകൾ കാണുന്ന സ്ഥലത്ത് അവരെ ഇരുത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ കടകളിലെല്ലാം കയറിയിട്ട് മുതലാളിമാരോട്, കച്ചവടക്കാരോട് പറയുന്നു, ഓ ജനങ്ങളെ, ആ ഇരിക്കുന്ന ആൾ നടക്കാൻ വയ്യാത്ത ആളാണ്, ആ നിൽക്കുന്ന ആൾ കണ്ണ് കാണാത്ത ആളാണ്. നിങ്ങളുടെ സ്വതക്ക, നിങ്ങളുടെ ധർമ്മം നിങ്ങൾ ഇവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് ഒരേ സമയത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അള്ളാഹുവിന്റെ അടിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഓ പ്രിയപ്പെട്ട സഹോദര, ഇതാണ് ഔലിയാക്കളുടെ മാതൃക. ആ മാതൃകയാണ് ഈ പ്രസ്ഥാനം ഏറ്റെടുത്ത് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇതിന് നായകത്വം വഹിക്കുന്ന, ഇതിന് നേതൃത്വം
നേതൃത്വം നൽകുന്ന ഷെയ്ഖുന AP ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആക്ഷേപിക്കുന്നവൻ ആക്ഷേപിച്ചോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാര്യം മനസ്സിലാക്കിക്കോ. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ കൈകൾ കൊണ്ട് റിസ്ക് കഴിഞ്ഞു പോകുന്ന എത്ര ആയിരങ്ങളാണ് കേരളത്തിൽ മാത്രം ജീവിക്കുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ആയിരമാണ് ജീവിക്കുന്നത്? മർക്കസുസ് സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിൽ നേരിട്ട്, ആ സ്ഥാപനത്തിന്റെ കീഴിൽ, ആ സ്ഥാപനത്തിന്റെ അകത്തും അതിന്റെ നേരെ കീഴ് സ്ഥാപനങ്ങളിലും ഒരു വർഷം 10,000 കുട്ടികൾ പഠിക്കുന്നു. യതീം മക്കളുണ്ട്, പാവപ്പെട്ട കുട്ടികളുണ്ട്, വിധവകളുണ്ട്, മക്കളെ കുട്ടികളുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, വിവിധ തരത്തിലുള്ള കുട്ടികൾ. ആ കുട്ടികൾക്കൊക്കെയുള്ള താമസം, ഭക്ഷണം, പ്രാഥമിക ചികിത്സ, അവർക്കുള്ള ഡ്രസ്സുകൾ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അല്ലാ മാത്രമോ കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതൃത്വത്തിന്, ഒരു സ്ഥാപനത്തിന്, ഒരു പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ സാധിക്കുമോ? മർക്കസുസ് സഖാഫത്ത് സുന്നിയ ചെയ്തതുപോലത്തെ ഒരു സേവനം. മർക്കസിൽ യതീം കുട്ടികളെ പഠിപ്പിച്ചു, അവിടുന്ന് പഠനം പൂർത്തിയാക്കി ഉന്നത ബിരുദത്തിന് വേണ്ടി മറ്റ് ഇന്ത്യയിലെ വൻകിട യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, ഇന്ത്യക്ക് പുറത്ത് ജാമിഉൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ മർക്കസിലെ കുട്ടികൾ പഠിക്കുന്നു. പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരങ്ങളായ മക്കൾക്ക് രാജ്യത്തും രാജ്യത്തിന് പുറത്തും തൊഴിൽ നേടിക്കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട AP ഉസ്താദ് എത്രയാണ് അധ്വാനിക്കുന്നത്? അഡ്നോക്ക് എന്ന പെട്രോളിയം കമ്പനി, അത് അവിടുത്തെ അബുദാബിയിലെ രാജാവും മറ്റും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രൈവറ്റ്, ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ് അഡ്നോക്ക് പെട്രോളിയം കമ്പനി. ആ പെട്രോളിയം കമ്പനിയിൽ മർക്കസിൽ പഠിച്ചിരിക്കുന്ന കുട്ടികളെ ആ സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ വന്നു, കുട്ടികളെ നേരിൽ ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന കുട്ടികളെ അവിടേക്ക് ജോലി ആവശ്യാർത്ഥം കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ UAE-യിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ 15,000 മുതൽ ഇന്ത്യയുടെ 60,000, 70,000 വരെ ശമ്പളം വാങ്ങുന്ന കുട്ടികൾ അക്കൂട്ടത്തിലുണ്ട്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിലും മറ്റുമൊക്കെ മികച്ച കഴിവ് തെളിയിച്ചിരിക്കുന്ന ആളുകൾക്ക് പെട്രോളിയം കമ്പനിയുടെ ഓഫീസിൽ ജോലി കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാര്, യതീം മക്കൾ, പാവപ്പെട്ട മണ്ണാർക്കാടുള്ള ഒരു പാവപ്പെട്ട ഉമ്മ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളി. ആ ഉമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു. 2 കൊച്ചു മക്കളാണ്. ആ 2 കൊച്ചു മക്കളെയും കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് താമസിക്കുന്ന മർക്കസിന്റെ ബാക്കിലെ റൂമിൽ വന്നിട്ട് കുട്ടികൾ കരയുന്നു, ഉമ്മയും കരയുന്നു. ഉസ്താദ് ചോദിച്ചു, ആരാണത്? അല്ലാ. ഉമ്മ പറഞ്ഞു, ഉസ്താദേ, ഈ കുട്ടികളെ വാപ്പ കൊച്ചു നാളിൽ മരണപ്പെട്ടു പോയി. ഈ കൊച്ചു കുട്ടികളെ മരണപ്പെട്ടു പോയി. എനിക്ക് വരെ പോറ്റാൻ കഴിയുന്നില്ല. ഞാനൊരു ചെറ്റക്കുടിലാണ് മണ്ണാർക്കാട് താമസിക്കുന്നത്. അതുകൊണ്ട് മൂത്ത കുട്ടിയെ ഇവിടെ ആക്കുന്നതിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ചെറിയ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യും? ചെറിയ കുട്ടികളെ ഇവിടെ എടുക്കുന്നില്ല എന്ന് കേട്ടപ്പോ, അങ്ങനെയാണ് ഞാൻ മൂത്ത കുട്ടിയുടെ കാര്യം. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ചെറിയ കുട്ടികൾ, ഇവനെ പോലത്തെ കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവനെയും കൂടി അവിടെ നിർത്തിക്കോ. നിങ്ങളും ഇവരെ കൂട്ടത്തിൽ നിന്നോ. 3 സ്ത്രീകൾ ഇവർക്ക് വേണ്ടി ഇവിടെ പ്രത്യേകം ചെറിയ കുട്ടികളെ പരിപാലിക്കാനുണ്ട്, നിങ്ങൾക്കും അവരെ കൂടെ താമസിച്ചോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മ അവിടെ ജോലി ചെയ്യുന്നു, ഈ 2 കുട്ടികളെ ഉസ്താദിന്റെ വകയിൽ പോറ്റുന്നു. അതിൽപ്പെട്ട മൂത്ത കുട്ടി മർക്കസിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി, പഠനം പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അഡ്നോക്ക് കമ്പനിയുടെ ആളുകൾ ഇന്റർവ്യൂവിന് വന്നപ്പോൾ ആ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി. ഇപ്പൊ ആ കുട്ടി അബുദാബിയിലെ റുവൈസ് എന്ന സ്ഥലത്ത് പെട്രോളിയം കമ്പനിയുടെ ഓഫീസിൽ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ആ കുട്ടിക്ക് ഇന്ത്യയുടെ 60,000 രൂപയാണ് ശമ്പളം ഇനത്തിൽ കിട്ടുന്നത്. കഴിഞ്ഞ 2 റമളാനിന് മുമ്പ് ഞങ്ങൾ മർക്കസിന്റെ അബുദാബി ഓഫീസിൽ ഇരിക്കുമ്പോൾ ആ കുട്ടി അതാ വന്നിരിക്കുന്നു. വാപ്പ എവിടെ എന്നാണ് ആ കുട്ടി വന്നിട്ട് ചോദിക്കുന്നത്. ആരാണ് വാപ്പ? ആർക്കും മനസ്സിലാകുന്നില്ല. ആ കുട്ടി ചോദിക്കുന്നു, ഉപ്പ എവിടെ? എല്ലാവരും ഉസ്താദെ എന്ന് വിളിക്കുമ്പോൾ ആ കുട്ടി AP ഉസ്താദിനെ വാപ്പ എന്നാണ് വിളിക്കുന്നത്. ആ കുട്ടി പറഞ്ഞ കഥയാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുന്നത്. കൊച്ചു മക്കളാകുമ്പോ ഞങ്ങൾക്ക് കുപ്പായിടാനും പാൻറ് ധരിക്കാനും അറിയാത്ത കാലത്ത് ഞങ്ങൾ മർക്കസിൽ പോയി ചേർന്നതാണ്. ഞങ്ങൾക്ക് കൊച്ചുനാളിലെ കണ്ടുവരുന്ന പിതാവ് AP ഉസ്താദാണ്. എനിക്ക് AP ഉസ്താദാണ് എന്നെ പഠിപ്പിച്ചത്, എന്നെ പോറ്റിയത്. ഉസ്താദാണ് എനിക്ക് വിസ തന്നത്. എന്റെ ആദ്യത്തെ ശമ്പളം കയ്യിൽ
കിട്ടിയപ്പോൾ ഉപ്പ ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോ ഞാനത് ഉപ്പയെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഓ പ്രിയപ്പെട്ട സഹോദര, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് പഠനത്തോടൊപ്പം അവരെ കുടുംബത്തിന്റെ ജോലി, അവരെ കുടുംബത്തെ പോറ്റാൻ ജോലിയും നേടിക്കൊടുത്ത ഒരു നേതാവ്, ഒരു പണ്ഡിതൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം, അത് മർക്കസും AP ഉസ്താദും അല്ലാതെ ആരെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇപ്പോ ഇവിടെ എത്ര കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക? 4 കുട്ടികൾ, 5 കുട്ടികൾ അല്ലേ? ഈ 5 കുട്ടികളെ കുടുംബത്തിനെ ആർക്കറിയില്ല? AP ഉസ്താദിനെ അറിയില്ല. ഉസ്താദ് അവരൊന്നും വീട്ടിൽ വന്ന് കാണാൻ വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടുത്തെ പ്രവർത്തകരായ അഹമ്മദ് മുസ്ലിയാരെ പോലത്തെ ആളുകൾ ഇങ്ങനെ ഉണ്ട് എന്ന സങ്കടം പറഞ്ഞപ്പോൾ ശരി, എന്നാ അത് പരിഗണിക്കാം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ചെയ്തതുപോലത്തെ പ്രവർത്തനങ്ങളാണ്. നോക്കൂ നിങ്ങൾ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ ഒരു പട്ടിക്ക് രോഗമായി. പട്ടിക്ക് ശക്തിയായ പനി. നമ്മളെ നാട്ടിലിപ്പോ പന്നിയൊക്കെ പനി തുടങ്ങിയിരിക്കുന്നതാണ്. അള്ളാഹ് കാക്കട്ടെ. പന്നിപ്പനി ലോകത്തൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? പന്നിപ്പനി പിടിച്ച രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ സാധുക്കളായ ആളുകളെ നരഹത്യ ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാഖിലും ഫലസ്തീനിലും അതുപോലുള്ള സ്ഥലങ്ങളുമൊക്കെ പാവപ്പെട്ടവന്റെ ചോരയൂറ്റി കുടിക്കുന്ന യൂറോപ്യൻ രാജ്യത്തിലെ ആളുകൾ, അവർക്ക് അല്ലാഹു തആല ഓരോവിധ പരീക്ഷണങ്ങൾ കൊടുക്കുന്നതായിരിക്കാം. ഏതായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പട്ടിക്ക് പനി പിടിപെട്ടു. ആ പട്ടിക്ക് പനി വന്ന് നോക്കുമ്പോൾ ശരീരത്തിൽ ഒരു സൈസ് മുറിവ്. ആ മുറിവിൽ എങ്ങനെയാണ് മുറിവുണ്ടായിട്ട് പഴുത്തിട്ട് അവിടുന്ന് മാംസം കൊഴിഞ്ഞുപോയി. ഈ പട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ ഓട്ടയായ മാതിരി. വേദന സഹിക്കാൻ വയ്യാതെ ആ പട്ടി നാട്ടിൽ പല ആളുകളെയും മുമ്പിൽ കരയുന്നു. ആളുകൾ പട്ടിയെ കല്ലെടുത്ത് ആട്ടിവിട്ടു. ഒരിക്കൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തെ പട്ടി എന്നുകൊണ്ട് കരഞ്ഞപ്പോൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ പട്ടിയെ കണ്ടപ്പോൾ ഉടനെ തന്നെ റിഫായി ശൈഖ് തങ്ങൾ ഒരു ചെറിയ മിളല്ലത്ത് എന്നാ പറഞ്ഞ കിതാബുകൾ, ഒരു കൊട പോലത്തെ ഒരു ചെറിയ കൂട് ഇങ്ങനെ ഉണ്ടാക്കി. ആ കൂടുണ്ടാക്കിയിട്ട് പട്ടിക്ക് കിടക്കാൻ അതിൽ സുഖമായിട്ട് സൗകര്യം ചെയ്തു കൊടുത്തു. പട്ടി അവിടെ സുഖമായിട്ട് കിടക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മലമുകളിൽ കയറി പച്ചമരുന്ന് പറിച്ചുണ്ടാക്കി. മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടിയുള്ള പച്ചമരുന്ന് പറിച്ചുണ്ടാക്കിയിട്ട് അത് സെയ്ത്തെണ്ണയിൽ കൊണ്ടുപോയിട്ട് കാച്ചി. ആ കാച്ചിയ പച്ചമരുന്നിട്ട് കാച്ചിയിരിക്കുന്ന സെയ്ത്തെണ്ണ പട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നു. അതിന് ഭക്ഷണം കൊടുക്കുന്നു. 40 ദിവസത്തെ ചികിത്സയിൽ പട്ടിക്ക് പൂർണ്ണമായും സുഖം പ്രാപിച്ചു. പട്ടി കൂട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങി നോക്കുമ്പോൾ നല്ലൊരു പുതിയെണ്ണന്റെ മണം, നല്ല ഉഷാറില്. ആളുകൾ ചോദിച്ചു, അല്ല അഹ്മദുൽ കബീർ തങ്ങളെ, നിങ്ങൾ എന്താണ് ഈ പട്ടിയെ ചികിത്സിക്കാൻ? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലാഹു തആല രോഗം നൽകുന്നത് പട്ടിക്കോ പന്നിക്കോ മനുഷ്യനോ വ്യത്യാസമില്ല കേട്ടോ. 40 പട്ടികൾ കൂടിയാൽ 100 പട്ടികൾ കൂടിയാൽ ഈ രോഗത്തിന് ചികിത്സ ഉണ്ടാക്കാൻ സാധ്യമല്ല, മരുന്ന് നിർദ്ദേശിക്കാൻ സാധ്യമല്ല. അത് പഠിച്ചതും അറിഞ്ഞതും ബുദ്ധി നൽകിയവരും നമ്മളാണ്. നമ്മുടെ മുമ്പിൽ പട്ടി വന്ന് കരഞ്ഞത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണെങ്കിലോ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ ഈ പട്ടി റബ്ബിനോട്, അല്ലാ നീ തന്ന രോഗത്തിന്റെ മരുന്ന് തേടി ഞാൻ അഹ്മദുൽ കബീറിന്റെ മുന്നിൽ ചെന്നിട്ട് അവൻ എന്നെ ചികിത്സിച്ചില്ല, എന്നെ ആട്ടി ഓടിച്ചു എന്ന് പട്ടി അള്ളാഹുവിനോട് കേസ് പറഞ്ഞെങ്കിലോ, അത് ഭയപ്പെട്ടിട്ടാണ് ഞാൻ പട്ടിയെ ചികിത്സിച്ചത് എന്ന് പറഞ്ഞ ഔലിയാക്കളുടെ നേതാവ് സുൽത്താനുൽ ആരിഫീൻ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഔലിയാക്കളെ ചരിത്രം പാവപ്പെട്ടവന്റെ കൂടെ, ജീവജാലങ്ങളുടെ കൂടെ ശൈഖുന AP ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, കേരളത്തിലുടനീളം കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന നാട്ടുകാർക്ക് മർക്കസിന്റെ വക AP ഉസ്താദിന്റെ കരങ്ങളുടെ സഹായം കൊണ്ട് കുടിവെള്ള പദ്ധതി എന്ന പേരിൽ 1000കണക്കിന് കിണറുകൾ കുഴിച്ചു കൊടുക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. ആരാണ് ഈ സഹായം ചെയ്യുന്നത്? മലയോര പ്രദേശങ്ങളിൽ
ഒരു കിണർ കുഴിക്കുമ്പോൾ ആ കിണർ ഒരു 10 വീട്ടുകാർക്കെങ്കിലും അതിന്റെ വെള്ളം ഉപയോഗിക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ ആവശ്യക്കാരുണ്ടോ, അവർക്ക് ആ പ്രദേശത്തിന്റെ സ്ഥിതി അനുസരിച്ച് 30,000, 40,000, 25,000 ഓരോ കിണറിനും കൊടുത്തുകൊണ്ട് മർക്കസിന്റെ കെയർ ഓഫിൽ AP ഉസ്താദിന്റെ കൈക്ക് പ്രിയപ്പെട്ടവരെ കുടിവെള്ള പദ്ധതി ഇവിടെയും കിട്ടി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ കുന്നമംഗലം കാരന്തൂരിന്റെ ആ പരിസരത്ത് ആ മർക്കസു സഖാഫത്ത് സുന്നിയ നിൽക്കുന്ന ആ പരിസരത്തെ മുഴുവൻ വീട്ടുകാർ, അതിൽ ജാതിയും മതവും വ്യത്യാസമില്ല, അതിൽ പാർട്ടി LDF-ഉം UDF-ഉം വ്യത്യാസമില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വ്യത്യാസമില്ല. ഇനി പോലെ മാത്രം പറഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടല്ലോ. എന്നാൽ അതിൻ്റെയും പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചാൽ അതെ അതിൻ്റെ പുറത്താന്ന് ചോദിച്ചു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇപ്പൊ. അപ്പോ എല്ലാവരും വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും അവരൊക്കെ കുടിക്കുന്ന വെള്ളം ഏതാണ്? അവിടുത്തെ പശുവിന്റെ വെള്ളം. മർക്കസ് നിൽക്കുന്ന പ്രദേശത്ത് പശു കുടിക്കുന്ന വെള്ളം, ആട് കുടിക്കുന്ന വെള്ളം, പട്ടി കുടിക്കുന്ന വെള്ളം ഒക്കെ ആര് തന്നെയാണ്? അത് മർക്കസിന് അല്ല മധുര. അതെ, നമ്മൾ മനസ്സിലാക്കുക. ഔലിയാക്കന്മാരുടെ പരമ്പരയാണ് നമ്മളെ ജീവിതത്തിന്റെ പാരമ്പര്യം, നമ്മളെ ജീവിതത്തിന്റെ മാതൃക. അത് അമ്പിയാക്കൾ ഔലിയാക്കളാണ്, അവരെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് മലയാളം കേടുവരുത്താൻ അറിയാത്തത് കൊണ്ടല്ല. ഇവിടെ ഖുർആനിക്ക് പണ്ഡിതൻ എന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതനെ കുറിച്ച് ധാരാളം പറയാൻ ഞങ്ങൾക്ക് ചരിത്രമില്ലാത്തത് കൊണ്ടല്ല, അതറിയാത്തത് കൊണ്ടുമല്ല. പക്ഷെ നമ്മൾ പോരുന്ന ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിൽ നിന്ന് തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു കഴിവുകേടായിട്ട് ആരും വ്യാഖ്യാനിക്കണ്ട. അപ്പൊ അതിന്റെ വിവരം അറിയാം. അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ ക്ഷമയെ, നമ്മളെ അതിനൊരു കഴിവുകേടായിട്ട് വ്യാഖ്യാനിക്കാൻ നിൽക്കുമ്പോൾ അപ്പോൾ അത് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലെ അപ്പുറത്ത് അഴുതും ബിസ്മിയൊക്കെ ചൊല്ലി അങ്ങനെ വേദ പറയാൻ തുടങ്ങുന്ന ആളുകളുണ്ടല്ലോ. ഞാനിവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആൾക്കാരോടും, അത് നിങ്ങൾ LDF ആയാലും വേണ്ട, UDF ആയാലും വേണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന പാർട്ടിയില്ല. ഉണ്ടോ നമുക്ക്? നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് LDF-ന്, പിന്തുണ UDF-ന്. അല്ല, ആർക്കും ഒരു വെറുപ്പ് വേണ്ട നമ്മളോട്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വേറൊരു സമയത്ത് നോക്കുമ്പോൾ നമ്മളെ വോട്ട് UDF-ന്, പിന്തുണ LDF-ന്. അത് നമ്മളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സുന്നത്തി ജമാഅത്തിന് ഗുണം കിട്ടുന്നത് ആരാ? ഇങ്ങോട്ട് സഹായിച്ചോലെ സഹായിക്കാൻ ആ പണ്ടന്നെ സമസ്തന്റെ തീരുമാനം. ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും, ഇങ്ങോട്ട് കത്തിയോണ്ട് സഹായിച്ചാൽ അങ്ങോട്ട് കൈവിരലുകൊണ്ട് സഹായിക്കും. അങ്ങനെയല്ലേ നമ്മൾ പണ്ടേ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതാ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് വേറൊരു വിഷയമാണ്. അതിന് നമുക്ക് എന്തില്ല പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട്. ഇനി ആരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ട് കിട്ടും ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അധ്വാനിച്ചോളി, ഞങ്ങൾക്ക് അതിന് കുഴപ്പമില്ല. നിങ്ങൾ ഞങ്ങളെ വോട്ട്, സുന്നത്തി ജമാഅത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിൽ LDF-കാർ പ്രവർത്തിച്ചോ, നല്ലതാണ്, അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കട്ടെ. അല്ല, UDF-കാർ പ്രവർത്തിച്ചോ, അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കട്ടെ. ഞങ്ങളത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഞങ്ങൾക്ക് ചില ഗുണങ്ങളല്ല ഇങ്ങോട്ട് ചെയ്തു തരണം. അത് ഏത് ഗുണം? നിങ്ങളാരും പരിന്നൊന്നും എടുത്തതിൻ്റെ ഇല്ല. ഇന്ത്യ എന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥിതിയുള്ള ഈ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നിലവിലുള്ള രാഷ്ട്രത്തിലെ ഇന്ത്യൻ പൗരന്മാരാണ് ഞങ്ങൾ. ഈ പൗരന്മാർക്ക് അവകാശപ്പെട്ടത് കിട്ടുമോ? അത് വാങ്ങിത്തരാനാണ് MLA, MP, മന്ത്രി, പഞ്ചായത്ത് നേതാവ് എന്നൊക്കെ പറയുന്നത്. വാർഡ്, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മണ്ഡലം, അത് അസംബ്ലി, അതുപോലെ തന്നെ പാർലമെന്റ്. ഇതൊക്കെ എന്തിനാണ്? സാധാരണക്കാർക്ക് അവകാശപ്പെട്ടത് നേടിക്കൊടുക്കാനുള്ള ജനപ്രതിനിധികളാണ്. ആ ജനപ്രതിനിധികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഇവിടെ ഭരിച്ചപ്പോൾ 1947 ഇന്ത്യ ഗവൺമെന്റ് സ്വതന്ത്ര രാഷ്ട്രമായി, റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിങ്ങളാണ്. ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിങ്ങളാണ്. പ്രിയപ്പെട്ട മുസ്ലിംകളെ, 47 രാജ്യം സ്വതന്ത്രമാകുന്ന സമയത്ത് ന്യൂനപക്ഷ വിഭാഗമായ നമുക്ക് ഉദ്യോഗ മണ്ഡലങ്ങളിൽ 7% സംവരണമാണ് വെച്ചിട്ടുള്ളത്. 7%. ആ 7% സംവരണം നീക്കി വെച്ചത് ഇപ്പോൾ അത് 3.5% ചുരുക്കിയിട്ടുണ്ട്. 3.5% ചുരുക്കിയപ്പോൾ നമുക്ക് അവകാശപ്പെട്ടതിനെ നിഷേധിക്കുകയാണ്.
ഇവിടെ 7% നമുക്ക് നീക്കിവെച്ചത് വീണ്ടെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. ഈ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഞാൻ ഇവിടുത്തെ സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദെ അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് മർക്കസ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിങ്ങൾക്കറിയുമോ, ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന വേൾഡിൽ ഏറ്റവും വലിയ പരീക്ഷയായി നടത്തുന്നത് IFS എന്ന പരീക്ഷയാണ്. IFS പരീക്ഷ പാസ്സായ ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയായി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. IFS പാസ്സായ ആളുകൾക്ക് വിദേശ എംബസിയിൽ അംബാസഡറായി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യ മഹാരാജ്യത്ത് IFS പാസ്സായ 619 ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, 619 ആള്. സച്ചാർ കമ്മീഷന്റെ സജീദർ സത്താർ അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് സമർപ്പിച്ചു. അത് ഇന്ത്യ രാജ്യത്ത് മറ്റെല്ലാറ്റിനേക്കാളും നേരത്തെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു 1-2 കമ്മീഷൻ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളെല്ലാം നിയമസഭയ്ക്ക് അകത്തും പുറത്തും, ജുഡീഷ്യറിക്ക് പുറത്തും അകത്തും സാധാരണക്കാരനും വ്യത്യാസമില്ലാതെ ചർച്ച ചെയ്യപ്പെട്ട സജീദർ സത്താറിന്റെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അത് രേഖപ്പെടുത്തപ്പെട്ടു. 619 IFS പാസ്സായ ആളുകളെ കൂട്ടത്തിൽ 9 ആളുകളാണ് മുസ്ലിമീങ്ങൾ ഉള്ളത്. മാപ്പിള മക്കൾ ചിന്തിച്ചോടെ, എത്ര ആള്? 9 ആള്. നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി എവിടെ നിൽക്കുന്നു? നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി? കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വർഷങ്ങളായി നമ്മളാ കൈകാര്യം ചെയ്തത്. എവിടെ മുസ്ലിമീങ്ങൾ? പണക്കാരന്റെ കുട്ടി വിദ്യാഭ്യാസത്തിന് പോകുന്നില്ല. എന്തേ? പണക്കാരൻ ചിന്തിക്കുന്നത് ഈ കുട്ടി IFS പാസ്സായിട്ട് കിട്ടുന്ന ഉദ്യോഗം, വലിയ ഡിഗ്രി പാസ്സായിട്ട് ഉദ്യോഗം കിട്ടുന്നതും അതിനു മുമ്പ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഭാഷയും കാര്യം പഠിപ്പിച്ചിട്ട് അബുദാബി പോയിട്ട് കഫ്തേരിയ തുടങ്ങുന്നതുമായിട്ട് ഏതാ മെച്ചം? ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുന്നതായിട്ട് ഏതാ മെച്ചം? പണക്കാരൻ അവന്റെ കുട്ടിയെ വേഗം ബിസിനസ്സിലേക്ക് ഇറക്കുന്നു. ഒരു കൊല്ലത്തെ ശമ്പളം 1 മാസത്തെ ബിസിനസ് കൊണ്ട് കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ പോയി കുറെ ആൾക്കാർ. പാവപ്പെട്ടവൻ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ അവന്റെ പഠനം പാതി വഴിയിൽ അവസാനിച്ചു. SSLC-യിൽ തീർന്നു. ഇപ്പൊ അത് +2 വരെ പോയെങ്കിലായി. ഇതാണ് അവസ്ഥ. വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം ഒരു ചെറിയ ഡിഗ്രിയിലേക്ക് പോകുന്നു. IFS പാസ്സായ ആളുകൾ ആകെ 9 പേര്. ഇന്ത്യ മഹാരാജ്യം ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള 30 രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആ ഇന്ത്യക്ക് ലോകത്ത് 200ഓളം രാജ്യങ്ങളിൽ എംബസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും എംബസി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ വിദേശ എംബസികളിൽ അംബാസഡറായി പ്രവർത്തിക്കുന്നത് ഒറ്റ മുസ്ലിം മാത്രമേ ഉള്ളൂ. അബുദാബിയിലെ ബോംബെക്കാരനായ ഒരു വ്യക്തി. മുസ്ലിമീങ്ങളെ, എവിടെ വിദ്യാഭ്യാസ പുരോഗതി? ഇവിടെയാണ് ബഹുമാനപ്പെട്ട കാരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നമ്മളെ യതീം കുട്ടിയെ, പാവപ്പെട്ട കുട്ടിയെ വീട്ടിൽ വെച്ചുകൊണ്ട് ഹോം കെയർ യൂണിറ്റിൽ കുട്ടികൾക്ക് പണം കൊടുത്തു. ആ കുട്ടികളുടെ ആരോഗ്യം, ബുദ്ധിപരമായ വളർച്ച കിട്ടണമെങ്കിൽ ഉമ്മയുടെ മുലപ്പാലിന്, ഉമ്മയുടെ ബ്രെയിൻ സമാധാനത്തിൽ നിൽക്കണം. അപ്പോഴേ കുട്ടികൾക്ക് അത് ഉണ്ടാവുള്ളൂ. കുട്ടിയും ഉമ്മയും ആരോഗ്യത്തിൽ കഴിയുമ്പോഴേ ഈ കുട്ടിയെ ബുദ്ധിശക്തിയായി ഉയർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ പഠിക്കുന്ന കുട്ടി ഹോം കെയർ യൂണിറ്റിൽ കുട്ടിയെ വീട്ടിൽ വെച്ച് വളർത്തിയെടുത്തു. ഒരു സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടിയെ മർക്കസിൽ ചേർക്കാം. മർക്കസിൽ ആ കുട്ടിക്ക് ഉയർന്ന് പഠിക്കാം. ബിരുദവും ബിരുദാനന്തര ബിരുദവും ആ കുട്ടിക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലോ മഹാത്മജി യൂണിവേഴ്സിറ്റിയിലോ നെഹ്റു യൂണിവേഴ്സിറ്റിയിലോ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ പഠിക്കണം. മർക്കസ് ആ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് ഈ കുറവ് പരിഹരിക്കാനാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിംകൾക്ക് അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ നിന്ന് അവരെ കരകയറ്റണം. അതിനാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത്. IAS പാസ്സായ ആളുകൾ, ഇവിടുത്തെ കലക്ടർ പോലത്തെ പോസ്റ്റിൽ നിയമിക്കപ്പെടണമെങ്കിൽ IAS പാസ്സാകണം. ഈ IAS IPS പാസ്സായിരിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ എത്ര പേരുണ്ട്? 4790 ആളുകൾ. 4790 ആളുകൾ IAS പാസ്സായത് ഇന്ത്യയിലുണ്ട്. ഈ കഴിഞ്ഞ വർഷം 4790 ആളുകളുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങൾ എത്രയുണ്ട്? അതിൽ 108 ആളുകളാണ് മുസ്ലിമീങ്ങൾ ഉള്ളത്. നമുക്ക് നീക്കിവെച്ച 7% തസ്തിക നികത്താൻ സാധിക്കുന്നുണ്ടോ? ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഈ 108 ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പരിശോധിച്ചാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമുള്ളവർ അതിൽ എത്ര പേരുണ്ട്? പോട്ടെ, 5 വഖത്ത് നിസ്കരിക്കുന്നവർ അതിൽ എത്ര പേരുണ്ട്? അല്ലാഹ് എന്ന് പേച്ചെങ്കിലും പറയുന്നവർ ഈ 108 എത്ര പേരുണ്ട്? അത് പരിശോധിക്കുമ്പോഴാണ്
അത് പരിശോധിക്കുമ്പോഴാണ് കാലിക വിദ്യാഭ്യാസം അത് ലഭിക്കുന്നതോടൊപ്പം മതവിദ്യാഭ്യാസം, ഇത് രണ്ടും ആ കുട്ടിക്ക് കൊടുക്കുന്നത് തികച്ചും ആത്മീയ അന്തരീക്ഷത്തിൽ. അതിനാണ് മർക്കസ്, അതിനാണ് സിറാജുൽ ഹുദ, അതിനാണ് മജ്മഅ്, അതിനാണ് സഅദിയ, അതിനാണ് കേരളത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അടക്കം യത്തീംഖാനകളും അതുപോലെ തന്നെ ദഅ്വാ കോളേജുകളും അതുപോലെ തുടങ്ങി എല്ലാ കോളേജുകളും എന്തിനു വേണ്ടി? കാലിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും അത് ആത്മീയ അന്തരീക്ഷത്തിൽ ലഭിക്കണം. അതാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വിപ്ലവാത്മകമായ പ്രവർത്തനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആ കാലഘട്ടത്തിൽ ബഗ്ദാദിൽ ബഹുമാനപ്പെട്ടവരെ നടത്തിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അന്ന് 700ഓളം കുട്ടികൾ പഠിക്കുന്ന അവസ്ഥ അന്നുണ്ടായിരുന്നു എന്ന് കിതാബുകൾ കാണാൻ സാധിക്കും. AP ഉസ്താദ് വഅദ് പറയാൻ ഒരു ദിവസം ഒഴിവില്ല. എല്ലാ ദിവസവും ഒരു വഅദ്, 2 വഅദ്, 3 വഅദെങ്കിലും. എന്ത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വഅദ് പറയാം. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വഅദ് കേട്ടിട്ട് മാത്രം 12000 വരുന്ന ആളുകൾ ഈമാനുള്ളവരായി മാറിയിട്ടുണ്ട്. ആ പാരമ്പര്യമാണ് നമ്മൾ നിലനിർത്തി പോരുന്നത്. ഞാൻ നിർത്തുന്നു. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ഖിയാമത്ത് നാളിന്റെ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? വുജൂഹുൻ യൗമൈദിൻ ഖാശിഅത്തുൻ ആമിലത്തുൻ നാസിബ. എന്തേ? ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് മുഖം പൊത്തിയാണ്, ജാള്യതയോടുകൂടെ മുഖം താഴ്ത്തി അവരെ മുഖം വികൃതമായിരിക്കുന്നു. അവരെ മുന്നിൽ എന്തേ? നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം സുബ്ഹാനല്ലാഹ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ഒന്നും അവരെ റെക്കോർഡിൽ ഇല്ലാത്തത് കൊണ്ട് അവർ വിഷമത്തിലാണ്, അവർ പ്രയാസത്തിലാണ്. ആ വിഷമിച്ച് പ്രയാസപ്പെട്ട് ജാള്യതയോടുകൂടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ ആളുകൾ തസ്ലാ നാറൻ ഹാമിയാ, ആളിക്കത്തുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അവിടെ കടന്ന് തൊണ്ടയിടറി അട്ടഹാസിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, എന്ന ഭക്ഷണമാണ് അവർക്ക് കൊടുക്കുന്നത്. അതങ്ങ് തൊണ്ടയിലേക്ക് വെച്ചാൽ താഴോട്ട് ഇറങ്ങുന്നുമില്ല, മേലോട്ട് കയറുന്നുമില്ല. അതിശക്തമായ ചൂട് കൊണ്ട് അത് കരളിങ്ങനെ അണ്ണാക്കിങ്ങനെ സുബ്ഹാന ജല്ല ജലാലു തിളച്ച് മറിയുകയാണ് സഹോദരങ്ങളെ. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. ദാഹം തീർക്കാനോ വിശപ്പ് മാറ്റാനോ തടി പുഷ്ടിപ്പെടാനോ കൊടുത്തതല്ല, കഠോരമായ ശിക്ഷയാണ് കൊടുക്കുന്നത്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. വുജൂഹുൻ യൗമഇദിൻ നാഇമ. ചില ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവരെ മുഖത്തിന് വല്ലാത്ത ആനന്ദം, വല്ലാത്ത സന്തോഷം. എന്തേ അവരെ മുഖത്തിന്റെ സന്തോഷം? അവർ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഇങ്ങനെ കാണുമ്പോൾ അവർ സന്തുഷ്ടരാണ്, അവർ ഭാഗ്യവാന്മാരാണ്. ഉന്നത പദവിയായ സ്വർഗമാണ് അള്ളാഹു അവർക്ക് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓ പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഔലിയാക്കൾ, അമ്പിയാക്കൾ നമുക്ക് കാണിച്ചു തന്നത് ആ ഉന്നത സ്വർഗത്തിലേക്ക് പ്രകാശപൂരിതമായ മുഖത്തോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, ആദരവായ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതാണ് താജുൽ ഉലമ നമ്മെ പഠിപ്പിക്കുന്നത്, അതാണ് AP ഉസ്താദ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കാനാണ് ഈ ഹസനിയ, അത് പഠിപ്പിക്കാനാണ് ദർസ്, അതിന്റെ കൂടുതൽ വിവരത്തിനാണ് നമ്മുടെ മർക്കസ്. അതുപോലെ തന്നെ സക്കാഫികൾ, ബിരുദം നേടിയവർ, സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കായ പണ്ഡിതന്മാർ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതാണ് ഇവിടെ കാക്ഷിക്കുന്നത്. ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഫിത്നക്കും ഫസാദിനും ഗീബത്തിനും നമീമത്തിനും പച്ചക്കളവ് അഊദും ബിസ്മിയും ഓതിയിട്ട് പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നതിനും പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഒരിക്കലും ആളുകളല്ല. അല്ലാഹു നമ്മെ അത്തരം വേണ്ടാത്തതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പണ്ഡിത വേഷധാരികളായ ആളുകൾ ദീനിന്റെ പേരിൽ സ്റ്റേജ് വെച്ച് കെട്ടിയിട്ട്
ആലിമീങ്ങളെ ചീത്ത പറയാനും ആക്ഷേപിക്കാനും അല്ലാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ഒരക്ഷരം പറയാൻ. സുന്നത്ത് ജമാഅത്തിന്റെ മഹാനായ ഒരു വലിയന്റെ മഖബറ തമിഴ്നാട് കേരള അതിർത്തിയിൽ പൊളിച്ചു നീക്കപ്പെട്ടപ്പോൾ ഇവരെ പണ്ഡിത സഭ ഒരു പ്രതിഷേധത്തിന്റെ പ്രസ്താവന കൊടുത്തോ സഹോദരന്മാര്? എസ്കക്കാരുടെ പണ്ഡിത സഭ ഒരു പ്രതിഷേധത്തിന്റെ പ്രസ്താവന കൊടുത്തോ? നിങ്ങൾ ഓർത്തു നോക്ക സഹോദരങ്ങളെ, എവിടെയാണ് ദീൻ നിലനിൽക്കുന്നത്? വഹാബിസവും മൗദൂദിസവും കാദിയാനിസവും ഒരു ഭാഗത്ത്, കള്ളത്തരീക്കത്തും ബാക്കിയുള്ളതൊക്കെ വേറൊരു ഭാഗത്ത്, കള്ളുകുടിയന്മാരും ചീട്ടുകളിക്കാരും പെൺവാണിഭ റാക്കറ്റ് സംഘങ്ങളും അവരെല്ലാം മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെ ഇവിടെ വിലസിക്കൊണ്ടിരിക്കുന്ന സമയത്തിനിടയിൽ ഇവിടെ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആലിമീങ്ങൾക്കുള്ള മതിപ്പും ബഹുമാനവും സാധാരണക്കാരൻ്റെ ഇടയിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് മുർത്തദ്ദാകുന്നതിന് പ്രേരിപ്പിക്കുന്ന, ഈമാൻ തെറ്റിപ്പോകുന്നതിന് പ്രേരിപ്പിക്കുന്ന, സാധാരണക്കാരനെ ആലിമീങ്ങളെ ആക്ഷേപിക്കാനും കുറ്റം പറയാനും പഠിപ്പിച്ചു കൊടുക്കുന്ന തരം താഴ്ന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കുമാറാവട്ടെ. ചെറുതായിട്ട് ദുആ ചെയ്താൽ പോരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മുമ്പിലുള്ള വിഷയം അതല്ല. മുസ്ലിമിന് ഈമാനുണ്ടാകുന്ന കാര്യം, മുസ്ലിമിന് ഭൗതികമായ പുരോഗതി ഉണ്ടാകുന്ന കാര്യം, ആ ഭൗതിക പുരോഗതി നാളെ ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, ഇതാണ് നമുക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ അമ്പിയാക്കൾക്കൊപ്പം ഔലിയാക്കൾക്കൊപ്പം നമുക്ക് സ്വർഗത്തിലെത്താം. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഫീ ജന്നത്തിൻ ആലിയ ലാ ഫീഹാ ലാഗിയ. അനാവശ്യമായ ഒന്നും, തൃപ്തികരമല്ലാത്ത ഒന്നും പരസ്പരം കേൾക്കാത്ത ലോകമാണ് സ്വർഗം. ആ സ്വർഗ ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്ന മുഅ്മിനീങ്ങളായി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായി, ആലിമീങ്ങൾ സയ്യിദന്മാരുടെ തണലിലായി ദീർഘകാലം പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. എൻ്റെ SSFന്റെയും SYSന്റെയും പ്രവർത്തകരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം പ്രതിസന്ധികൾ നിറഞ്ഞ, നാം പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നിറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അള്ളാഹുവിന്റെ അടിമകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും നാം ഇഹ്സാൻ നിലനിർത്തിക്കൊണ്ട് പോയാൽ നമ്മുടെ കൂടെ റബ്ബുണ്ട്, നമ്മുടെ കൂടെ അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട്. 89 പണ്ഡിത സഭയിൽ ഒരു പിളർപ്പ് വന്നു. അന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പറയുന്ന കാര്യത്തിൽ വലോ വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും ശരി, ഞാൻ ഒറ്റക്കാണെങ്കിലും പഠിച്ച സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പ്രവർത്തിക്കുമെന്ന് മുമ്പ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതുപോലെ താജുൽ ഉലമ പറഞ്ഞുകൊണ്ട് പോന്നിട്ട് 89 ഇവിടെ 2009 പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഹ്ലുസുന്നയുടെ പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, ധാരാളം പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു സമ്പന്നമായ അവസ്ഥയിലാണ്. നാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് എന്ന പേരിൽ ദേശീയ ഇസ്ലാമിക സമ്മേളനം എറണാകുളത്ത് സംഘടിപ്പിച്ചപ്പോൾ ആ സമ്മേളനത്തിന്റെ തലേ ദിവസത്തെ സുഹൃത്ത് സംഗമത്തിൽ വന്ന രാഷ്ട്രീയ നേതാക്കൾ, അവരിൽ ചിലർ പ്രസംഗിക്കുമ്പോൾ അവർ പറഞ്ഞു, വിദേശ രാജ്യങ്ങളിൽ പോലും കാന്തപുരം ഉസ്താദിന്റെ സ്വാധീനവും അവരുടെ പ്രവർത്തനവും, ഞങ്ങൾ സിംഗപ്പൂരിൽ പോയപ്പോൾ അവിടെയും ഉണ്ട് കാന്തപുരത്തിന്റെ ഒരു പള്ളി എന്ന് ഒരു അമുസ്ലിം മന്ത്രിയാണ് സൂറത്ത് സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ഇനിയും ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഞാൻ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുന്നത്, SSFന്റെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ, ഈ കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്ന സമയത്ത് നിങ്ങളൊരു പ്രത്യേക പ്രവർത്തന പദ്ധതിയാക്കി എടുക്കണം. നാം എന്താണ്, നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ
സാധാരണക്കാരൻ്റെ കുടുംബത്തിലുണ്ടാകും. വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ. അത്തരം കുട്ടികളെ നാം ദത്തെടുത്തുകൊണ്ട് നമ്മുടെ ദഅ്വാ കോളേജിൽ എത്തിക്കണം, നമ്മുടെ ദർസുകളിൽ എത്തിക്കണം, നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി എത്തിക്കണം. അങ്ങനെ നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ പഠിപ്പിച്ച് ആ കുടുംബത്തിൻ്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശം അതെൻ്റെ SSFന്റെ പ്രവർത്തകർ പ്രത്യേകിച്ച് അത് ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കണം. മർക്കസുകളിലും സിറാജുൽ ഹുദയിലും ധാരാളം സ്ഥാപനങ്ങളും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അവിടേക്ക് എത്തിക്കാൻ നിങ്ങളൊക്കെ ഉത്സാഹിക്കണം. ഈ ഹസനിയുടെ കീഴിൽ തന്നെ ഇപ്പോൾ ഇവിടെ പഠിച്ച് പൂർത്തിയാക്കിയ എത്രയോ കുട്ടികൾ ദർസുകളിലും ദഅ്വാ കോളേജിലും മർക്കസിലും സിറാജുൽ ഹുദയിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ മഹല്ലത്തിൽ തന്നെ ധാരാളം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അല്ലാഹു പുരോഗതി നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മരിച്ച ആളുകൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, രോഗത്തിൽ കിടക്കുന്നവർ, അവരെ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇത്രയും ആളുകൾ ചേർന്നപ്പോൾ അവരൊക്കെ കാത്തു നിൽക്കാണ്. കബറാളികൾ, പടച്ചോനെ, മക്കളും കുടുംബങ്ങളും വേണ്ടപ്പെട്ടവരൊക്കെ അതാ കൂടിയിരിക്കുന്നു. എന്തെങ്കിലും അവർ ഞങ്ങളെ കബറിലേക്കും കൊടുത്തയക്കാതിരിക്കൂല. അങ്ങനെയാണ് കബറാളികൾ സന്തോഷിച്ച് കാത്തു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ അവരുമൊക്കെ വന്നിട്ടുണ്ടാകും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഓ എൻ്റെ ഉമ്മ പങ്ങന്മാരെ, നമ്മുടെ മക്കളെ നാം നന്നാക്കിയെടുത്തില്ലെങ്കിൽ പടച്ച റബ്ബിൻ്റെ അടുക്കൽ കൈവിരൽ കടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളോട് ഞാനൊരു ഉദാഹരണം പറയട്ടെ. ബീവി അഫ്റാ റളിയല്ലാഹു അൻഹാ, മദീന മുനവ്വറയിൽ താമസിച്ച ബീവി, അവിടെ നിന്ന് കല്യാണം കഴിച്ചു. ആ ഭർത്താവിൽ 4 കുട്ടികളുണ്ടായി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബീവി മദീനയിൽ നിന്ന് മക്കയിലേക്ക് താമസം മാറ്റി. നേരത്തെ ഉണ്ടായ ഭർത്താവ് മരിക്കുകയോ തലാഖ് ചെല്ലുകയോ ചെയ്ത് മക്കയിലേക്ക് താമസം മാറി. മക്കയിൽ രണ്ടാമതൊരു വിവാഹമായി ബഹുമാനപ്പെട്ട ബീവി. അവിടെ 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. 4 3 7 ആൺമക്കൾ. വീണ്ടും മക്കയിൽ നിന്ന് അഫ്റാ ബീവി റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലാണ്. ബദർ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഗൗരവപരമായി. ആ ചർച്ച നടക്കുന്ന സമയത്ത് നബിതങ്ങൾ വിളിച്ചു ചേർത്ത യോഗം, ആ മീറ്റിംഗിൽ അൻസാരികളുണ്ട്, മുഹാജിറുകളുണ്ട്, 2 വിഭാഗവും. 2 വിഭാഗത്തെയും ഇരുത്തിക്കൊണ്ട് നബിതങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് മാർച്ച് ചെയ്യാനുള്ള അണികളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 വിഭാഗത്തിന്റെയും അഭിപ്രായങ്ങൾ അറിയണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറുകൾ അവരുടെ അഭിപ്രായങ്ങൾ വളരെ പെട്ടെന്ന് രേഖപ്പെടുത്തി. ഞങ്ങൾ തയ്യാർ. നബി തങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അൻസാരികളുടെ അഭിപ്രായം കിട്ടാനാണ്. ആ അൻസാരികൾ തയ്യാർ എന്ന് പറയാൻ നബി തങ്ങൾ ഇങ്ങനെ 2 വിഭാഗത്തോടും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഒരു ഭാഗത്ത് അതാ ഒരു സ്ത്രീ വന്ന് കാത്തു നിൽക്കുന്നു. റസൂലുള്ളാഹി ഞങ്ങൾ ചോദിച്ചു, ആരാണത്? നബിയെ, ഇത് ബീബി അഫ്റാ ആണ്. എന്താണ് നിങ്ങൾ ആവശ്യം? ആ സമയത്ത് ബീബി റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, അൻസാരികളും മുഹാജിറുകളുമായ 2 വിഭാഗത്തിലുംപ്പെട്ട ആൺകുട്ടികളെയല്ലേ തങ്ങൾ അന്വേഷിക്കുന്നത്? എന്നാൽ എൻ്റെ ഈ 7 ആൺകുട്ടികൾ ഇതാ 4 അൻസാരികളാണ്, 3 മുഹാജിറുകളാണ്. മുഹാജിറുകളും അൻസാരികളുമായ 7 ആൺകുട്ടികളെ ഇതാ ഞാൻ ബദറിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബാക്കൾ അല്ലാഹു അക്ബർ ചൊല്ലിപ്പോയി. ഒരു സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, അൻസാറുകളും മുഹാജിറുകളുമായ കുട്ടികൾ ഇതാ എന്റെ ഗർഭത്തിൽ ജനിച്ച മക്കളാണ്. 4 അൻസാരികളും 3 മുഹാജിറുകളും ഈ 7 ആൺതരികളെയും ഞാനിതാ ബദർ യുദ്ധത്തിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ബീവി അഫ്റാ പോകുന്ന സ്വർഗത്തിൽ 1000-ാമത്തെ സ്വഫിൽ നിന്നെങ്കിലും സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആശിക്കുന്ന ചിയ്യൂരിലെ ഉമ്മമാർ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീട്, നമ്മുടെ ശരീരം, അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കുന്നതിൽ നമ്മുടെ വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം, തന്ത്രപരമായ നമ്മുടെ നീക്കങ്ങൾ, കുട്ടികളോട് വളരെ വാത്സല്യത്തിൽ അവരെ ഇബാദത്തിലേക്ക് രുചി നൽകൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. റഹ്മാനും റഹീമുമായ റബ്ബേ, ഖാലിഖും റാസിഖും ആയ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ, ഞങ്ങളെ പാപങ്ങളെ കഴുകണം റഹ്മാനെ, ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനെ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439, മൊബൈൽ 94478
45627.